നമസ്കാരം. ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോംപ്ലക്സ് അനാലിസിസിലെ കോഷി റെസിഡ്യൂ തിയറവും ആർഗ്യുമെന്റ് പ്രിൻസിപ്പലുമാണ്. അപ്പോൾ എന്താണ് കോഷി റെസിഡ്യൂ തിയറം എന്നുള്ളത് ആദ്യം നോക്കാം. കോഷീസ് റെസിഡ്യൂ തിയറം. അപ്പോൾ നമ്മൾ ഇതുവരെ കോഷീസ് തിയറം പറഞ്ഞു, കോഷീസ് ഇൻറ്റഗ്രൽ ഫോർമുല പറഞ്ഞു, കോഷീസ് തിയറത്തിന് കോൺവേഴ്സ് ആയിട്ടുള്ള മൊറേറാസ് തിയറവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരിഞ്ഞു പോകരുത്. നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത് കോഷീസ് റെസിഡ്യൂ തിയറമാണ്. If f of z is regular except a finite number of poles within a closed contour C and continues on the boundary of C, then integral over C f of z dz equal to 2 pi into summation r, where summation r is the sum of residues of f of z at its poles within C. അതായത് f of z എന്ന് പറയുന്നത് ഒരു റെഗുലർ ഫംഗ്ഷനാണ്. അത് എക്സെപ്റ്റ് അതിന് കുറച്ച് ഫൈനൈറ്റ് നമ്പർ ഓഫ് സിംഗുലാരിറ്റീസ് ഉണ്ട്. എക്സെപ്റ്റ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോൾസ് വിത്തിൻ എ ക്ലോസ്ഡ് കോണ്ടൂർ സി. അതായത് നമ്മളൊരു ക്ലോസ്ഡ് കോണ്ടൂർ സി എടുക്കുന്നു. ആ സിക്ക് ഉള്ളിൽ അതിനെന്തുണ്ട്, ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സിംഗുലാരിറ്റീസ് അല്ലെങ്കിൽ പോൾസും ഉണ്ട്. ആ സിംഗുലാരിറ്റീസ് ഏതാണ്? പോൾസ് ആണ്. പോൾ ഓഫ് ഓർഡർ 1 ആകാം, 2 ആകാം, എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് റെഗുലർ ആണ്. എവിടെ ഒഴിച്ച്? ഈ ക്ലോസ്ഡ് കോണ്ടൂറിന് അകത്തുള്ള കുറച്ച് ഫൈനൈറ്റ് നമ്പർ ഓഫ് സിംഗുലാരിറ്റീസ് അല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോൾസ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഇതെന്താണ്? അനലിറ്റിക് ആണ്. ആൻഡ് കണ്ടിന്യൂസ് ഓൺ ദ ബൗണ്ടറി ഓഫ് സി. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? സിയുടെ ബൗണ്ടറിയിൽ ഈ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസുമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസ് ഡി ഇസ് ഈക്വൽ ടു 2 പൈ ഇൻറ്റു സമ്മേഷൻ ആർ, where summation r is the sum of residues of f of z at its pole within C. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസ് ഡി ഇസ് എന്ന് പറയുന്നത് 2 പൈ ഐ ഇൻറ്റു സമ്മേഷൻ ആർ ആയിരിക്കും. ഈ സമ്മേഷൻ ആർ എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ സം ഓഫ് റെസിഡ്യൂസ് ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇറ്റ്സ് പോൾസ് വിത്തിൻ സി. നമ്മൾ പറഞ്ഞു ഈ സിക്ക് അകത്ത് കുറച്ച് ഫൈനൈറ്റ് നമ്പർ ഓഫ് പോൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ എല്ലാം പോൾസിന്റെ റെസിഡ്യൂസ് കണ്ടുപിടിക്കുന്നു. ആ റെസിഡ്യൂസിന്റെ സമ്മാണ് സമ്മേഷൻ ആർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്റഗ്രൽ ഓവർ സി, ഈ ക്ലോസ് ടു കോണ്ടൂറിന് ആധാരമായിട്ട് എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന വാല്യൂ എന്താണ്? 2 പൈ ഐ ഇൻറ്റു സമ്മേഷൻ ഓവർ ആർ. സമ്മേഷൻ ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ക്ലോസ് ടു കോണ്ടൂറിന് അകത്തുള്ള പോൾസിലെ റെസിഡ്യൂസിനെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാണ്? സം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നമുക്ക് സെറ്റ് എക്സാമിനായാലും അതുപോലെ HSSTയുടെ എക്സാമിനാണെങ്കിലും PG ലെവൽ എല്ലാ എക്സാംസിനും എന്താണ് ഈ ഒരു പോർഷൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മസ്റ്റായിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു പ്രോബ്ലം വരുന്നത് ആണ്, സ്ഥിരമായിട്ട് വരുന്നതാണ്. Evaluate integral over C z minus 3 by z square plus 2z plus 5 dz, where C is the circle. First one, mod z equal to 1. Second option, mod z plus 1 minus I equal to 2. തേർഡ് ഓപ്ഷൻ, മൂന്ന് പാർട്ടാണ്. തേർഡ് പാർട്ട്, മോഡ് z പ്ലസ് 1 പ്ലസ് I ഈക്വൽ ടു 2. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇന്റഗ്രൽ ഓവർ സി z മൈനസ് 3 ബൈ z സ്ക്വയർ പ്ലസ് 2z പ്ലസ് 5 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ കർവിന് ആധാരമായിട്ട് വേണം, അല്ലെങ്കിൽ ഇവിടുത്തെ കോണ്ടൂറായിട്ട് ഏതൊക്കെയാണ് എടുക്കുന്നത്? ഫസ്റ്റ് പാർട്ടിൽ എടുക്കുന്നത് മോഡ് z ഈക്വൽ ടു 1, അതായത് യൂണിറ്റ് സർക്കിൾ ആണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ മോഡ് z പ്ലസ് 1 മൈനസ് I ഈക്വൽ ടു 2, അതായത് റേഡിയസ് 2ഉം സെൻറ്റർ 0 0 അല്ല, മറ്റൊരു സെൻറ്റർ നമുക്കത് കണ്ടുപിടിക്കണം. സെൻറ്ററുമായിട്ടുള്ള ഒരു സർക്കിൾ. ദെൻ z പ്ലസ് 1 പ്ലസ് I ഈക്വൽ ടു 2, അതായത് അവിടെയും റേഡിയസ് 2 ആണ്, പക്ഷേ എന്താണ്? സെൻറ്ററിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിന് ഇൻ്റഗ്രൽ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇൻ്റഗ്രൽ ഓവർ സി z മൈനസ് 3 ബൈ z സ്ക്വയർ പ്ലസ് 2z പ്ലസ് 5 dz. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ സിംഗുലാരിറ്റീസ് അല്ലെങ്കിൽ ഇതിൻ്റെ പോൾസ് എവിടെയൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ പോൾസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡിനോമിനേറ്ററിനെ 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പോൾസ് കിട്ടും. ദാറ്റ് ഈസ് പോൾസ് ആർ അറ്റ് z സ്ക്വയർ പ്ലസ് 2z പ്ലസ് 5 ഈക്വൽ ടു 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ, ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ, നമുക്കിതിനെ സോൾവ് ചെയ്യാൻ പറ്റുമല്ലോ. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? z equal to minus b minus 2 plus or minus square root of b square, 2 into square, 4 minus 4 into 1 into c by 2 into 1 minus b plus or minus square root of b square minus 4ac by 2a, which is equal to minus 2 plus or minus square root of
4 minus 20 by 2. Okay, which is equal to minus 2 plus or minus square root of minus 16 by 2. That is z equal to minus 2 plus or minus 4i by 2. That is z equal to minus 2 divided 2 കൊണ്ട് divide ചെയ്യുമ്പോൾ z equal to minus 1 plus or minus 2i. Therefore, അപ്പോൾ poles എവിടേക്കാണ്? Poles are z equal to minus 1 plus 2i and minus 1 minus 2i. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ പോൾസ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. പോൾസ് എവിടെയാണ്? ഡിനോമിനേറ്റർ ഈക്വൽ ടു 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് പോൾസ് കിട്ടുന്നത്. ഡിനോമിനേറ്റർ ഈക്വൽ ടു 0ക്ക് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇസഡിൻ്റെ വാല്യൂസ് എന്തൊക്കെ കിട്ടി? ഇസഡ് ഈക്വൽ ടു minus 1 plus 2iയും കിട്ടി, ഇസഡ് ഈക്വൽ ടു minus 1 minus 2iയും ലഭിച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഓരോ പാർട്ടായിട്ട് നോക്കാം. ഫസ്റ്റ് പാർട്ട് എന്താ പറഞ്ഞേക്കുന്നത്? മോഡ് ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന സർക്കിളിനകത്ത് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ മോഡ് ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം? എന്തൊരു സർക്കിളാണ്? യൂണിറ്റ് സർക്കിളാണ്. യൂണിറ്റ് സർക്കിളാണ്. സർക്കിൾ വിത്ത് റേഡിയസ് 1 ആൻഡ് ഒറിജിൻ 0 0 ആണ് ഒറിജിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടാണ് ഒറിജിൻ 0 0. ഈ കോർഡിനേറ്റ്സ് ഓരോന്നായിട്ട് പറയാലോ. ഈ കോർഡിനേറ്റ് എന്തായിരിക്കും? 1 0 ആയിരിക്കും. ഇതെന്ന് പറയുന്നത് -1 0 ആയിരിക്കും. ഇത് 0 1 ആയിരിക്കും. ഇത് 0 -1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിറ്റ് സർക്കിൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സിംഗുലാരിറ്റീസ് എവിടേക്കാ? പോൾസ് ഏതൊക്കെയാ? പോൾസ് എന്ന് പറയുന്നത് പോൾസ് ആർ z ഈക്വൽ ടു -1 plus 2i and -1 minus 2i. z equal to -1 plus 2iയും z equal to -1 minus 2i ആണ്. അപ്പോൾ -1 plus 2i എന്ന് പറഞ്ഞാൽ എവിടെ വരും? -1 plus 2i എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് -1, ഇമാജിനറി പാർട്ട് 2, ശരിയല്ലേ? അപ്പോൾ ഇത് ഇനി മുകളിലായിട്ട് വരും. ഇവിടെ ആണല്ലോ, ഏകദേശം ഇവിടെ ആയിട്ട് വരും -1 2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ -1 plus 2 എന്ന് പറയുന്നത്. അതായത് ഈ z equal to -1 plus 2i എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിളിന് പുറത്തുള്ള പോയിന്റ് ആണ്. ഓക്കെ ആണല്ലോ? z equal to -1 plus 2i എന്ന് പറയുന്നത് ഈ യൂണിറ്റ് സർക്കിളിന് പുറത്തുള്ള പോയിന്റ് ആണ്. അടുത്ത സിംഗുലാരിറ്റി പോൾ ഏതാ? -1 minus 2i. -1 minus 2i എന്ന് പറഞ്ഞാൽ എന്ത്? -1 minus 2i ഏകദേശം ഇവിടെ വരും, ശരിയല്ലേ? ഇതാണ് -1 minus 2i. അപ്പോൾ -1 plus 2iയും -1 minus 2iയും എന്താണ്? ഈ യൂണിറ്റ് സർക്കിളിന് പുറത്തുള്ള രണ്ട് പോയിന്റ്സ് ആണ്. അതായത് നമുക്ക് എന്ത് പറയാം? ദ ഫംഗ്ഷൻ f of z എന്തായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ? z minus 3 by z square plus 2z plus 5 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ യൂണിറ്റ് സർക്കിളിന് അകത്ത് എന്താണ്? അനലിറ്റിക് ആണ്. ഈസ് അനലിറ്റിക് വിത്തിൻ ദി യൂണിറ്റ് സർക്കിൾ. യൂണിറ്റ് സർക്കിളിന്റെ അകത്ത് എന്താണ്? അനലിറ്റിക് ആണ്. അതായത് ഈ സിംഗുലാരിറ്റീസ് രണ്ടും ഈ യൂണിറ്റ് സർക്കിളിന് പുറത്താണ് ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബൈ കോഷീസ് തിയറം, കോഷി റെസിഡ്യൂ തിയറം അല്ല, കോഷീസ് തിയറം, സിംഗുലാരിറ്റീസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ? ഈ റെസിഡ്യൂ തിയറം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ സിംഗുലാരിറ്റീസ് ഒന്നുമില്ല. അപ്പം കോഷീസ് തിയറം വെച്ച് നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രൽ ഓവർ c z minus 3 by z square plus 2z plus 5 dz equal to 0. അപ്പോൾ യൂണിറ്റ് സർക്കിളിനകത്ത് ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഓക്കെ ആണല്ലോ? ദെൻ നെക്സ്റ്റ് വൺ ഏതാണ്? രണ്ടാമത്തെ സർക്കിൾ mod z plus 1 minus i. ഓക്കെ, mod z plus 1 minus i equal to 2. അപ്പോൾ ഇതിന്റെ റേഡിയസ് 2 ആണ്. സെന്റർ എന്താണെന്ന് ഓർഡർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇസഡിനെ നമുക്ക് എങ്ങനെ കൊടുക്കാം? x plus iy എന്ന് കൊടുക്കാം. x plus iy plus 1 minus i equal to 2. ശരിയാണല്ലോ? ഇനി റിയൽ പാർട്ടിലെ ഒരുമിച്ചും ഇമാജിനറി പാർട്ടിലെ ഒരുമിച്ചും എഴുതാമല്ലോ. അപ്പോൾ എന്ത് വരും? x plus 1 plus i into y minus 1. y minus i minus i ആണ്. i കോമൺ എടുക്കുന്നു. i into y minus 1 equal to 2. അപ്പോൾ ഇതെന്താണ്? സർക്കിൾ ഓഫ് റേഡിയസ് 2 ആൻഡ് സെൻറ്റർ എവിടെ വരും? -1 1ൽ വരും.
ശരിയാണല്ലോ, എക്സ് മൈനസ് 1 അല്ലേ. അപ്പോൾ എക്സ് മൈനസ് 1 ആകുമ്പോൾ എക്സ് മൈനസ് -1 വരണം. അപ്പോൾ -1 1ലായിരിക്കും എന്തെന്ന് പറയുന്നത്, സെൻറ്റർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സർക്കിൾ ഓഫ് റേഡിയസ് 2 ആൻഡ് സെൻറ്റർ അറ്റ് -1 1 സെൻറ്റർ ആയിട്ട് വരുന്ന സർക്കിളാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എങ്ങനെ വരുമോ സർക്കിൾ എന്ന്. സീറോ 1 2 3 4 അങ്ങനെ പോവും. താഴോട്ട് വരുമ്പം -1 -2 -3 -4. ഇങ്ങേക്ക് പോകുമ്പോൾ -1 -2 -3 1 2 3. ഓക്കെ, സെൻറ്റർ എന്താണ്, -1 1. ഇതിൻ്റെ സെൻറ്റർ -1 1. ഇവിടാണ് നമ്മുടെ എന്ത് വരുന്നത്, സെൻറ്റർ വരുന്നത്. ഇവിടാണ് സെൻറ്റർ വരുന്നത്, -1 1. റേഡിയസ് എന്താണ് വരുന്നത്, 2 ആണ് വരുന്നത്. റേഡിയസ് 2 വരുമ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഈ പോയിന്റ് വരും, ഇങ്ങനെ കറങ്ങി വരും, ഈ പോയിന്റ് വരും. പിന്നെ താഴോട്ട് നോക്കുമ്പം ഈ ഒരു പോയിന്റ് വരും. ദെൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്ത് വരും, ഇത് വരും. ഇവിടേക്ക് നോക്കുമ്പോൾ 1 2. ഓക്കെ, ഇത് കണക്ട് ചെയ്ത് സർക്കിൾ ആയിരിക്കുമല്ലോ വരുന്നത്. ഈ 4 പോയിന്റ്സിലും കണക്ട് ചെയ്ത് സർക്കിൾ ആയിരിക്കും, ശരിയല്ലേ. സെൻറ്റർ എന്താണ്, -1 1 ആണ്. റേഡിയസ് എന്താണ്, 2 ആണ്. 2 ആകുമ്പോൾ മുകളിലോട്ട് 2, എല്ലാ പോർഷനോട് 2 കൊടുത്തു, 2. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന സർക്കിൾ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നമ്മുടെ റെസിഡ്യൂസ് എവിടേക്കാന്ന് നോക്കാം. റെസിഡ്യൂസ് എവിടേക്കായിരുന്നു, -1 + 2y. -1 + 2y. ഓക്കെ, ഇവിടെ വരുമല്ലോ -1 + 2y. അടുത്ത എവിടെ വരുന്നത്, -1 - 2y. -1 - 2y എന്ന് പറയുമ്പോൾ ഇവിടെ വരും, ശരിയാണല്ലോ. -1 + 2y -1 - 2y. നമ്മുടെ സർക്കിൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, നമ്മുടെ സർക്കിൾ ആയില്ല, ഇത് കണക്ട് ചെയ്യുന്ന സർക്കിൾ. ഓക്കെ, അപ്പോൾ ഈ സർക്കിളിനകത്ത് കിടക്കുന്ന റെസിഡ്യൂ പോൾ ഏത് മാത്രമാണ്, -1 + 2y മാത്രമാണ് ഈ സർക്കിളിനകത്തുള്ളത്. മറ്റേതെന്താണ്, ഈ സർക്കിളിന് പുറത്താണ്. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ പോള് കണ്ടുപിടിച്ചു. അതിനകത്ത് ഏതാണ് യൂണിറ്റ് സർക്കിളിനുള്ളിൽ വരുന്നത് നോക്കുക. ഏതാണ് യൂണിറ്റ് സർക്കിളിനുള്ളിൽ വരുന്നത്, -1 + 2y മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ യൂണിറ്റ് സർക്കിളിനുള്ളിൽ വരുന്നത്. ദാറ്റ് ഈസ് z equal to -1 + 2y lies inside the circle. സർക്കിളിനുള്ളിൽ വരുന്ന ഏതാണ്, -1 + 2y മാത്രമാണ്. അപ്പോൾ എന്താണ്, അവിടുത്തെ റെസിഡ്യൂ കണ്ടുപിടിക്കുക. അതായത് അപ്പോൾ നമ്മുടെ ഇന്റഗ്രൽ വാല്യൂ എന്ത് വരും, ഇന്റഗ്രൽ ഓവർ c z - 3 z square + 2z + 5 dz equal to 2πi into residue of f of z at z equal to -1 + 2y. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിഡ്യൂ കണ്ടുപിടിക്കാം. റെസിഡ്യൂ ഓഫ് ഒന്നിൽ കൂടുതലുണ്ടായിരുന്നെങ്കിൽ സം ചെയ്താൽ മതി. അതിപ്പോൾ ഒരെണ്ണം മാത്രമല്ലേ ഉള്ളൂ, അവിടുത്തെ റെസിഡ്യൂ. അപ്പോൾ റെസിഡ്യൂ ഓഫ് f of z at z equal to -1 + 2y. ഓക്കെ, ഇനി z equal to -1 + 2y എന്ന് പറയുന്നത് എന്തൊരു പോളാ, സിമ്പിൾ പോളാണ്, ശരിയല്ലേ. അപ്പോൾ സിമ്പിൾ പോൾ ആയതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. എന്തായിരിക്കും ഇക്വേഷൻ, ലിമിറ്റ് സിമ്പിൾ പോൾ ആണെങ്കിൽ if z equal to a is a simple pole, z equal to a സിമ്പിൾ പോൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, റെസിഡ്യൂ അറ്റ് f equal to a എന്ത് വരും, ലിമിറ്റ് z tends to a z - a into f of z. ശരിയാണല്ലോ. z equal to a സിമ്പിൾ പോൾ ആണെങ്കിൽ റെസിഡ്യൂ ഓഫ് f at a എന്ന് പറയുന്നത് ലിമിറ്റ് z tends to z - a into f of z. അപ്പോൾ ലിമിറ്റ് ഇവിടെ എന്ത് വരും, z tends to -1 + 2y into z -1 + 2y into f of z. f of z വാല്യൂ z - 3/z square plus 2z plus 5 which is equal to limit z tends to -1 + 2y into ഓപ്പൺ ചെയ്യാമല്ലോ. ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും, z + 1 - 2y into z - 3 into by
ഇസെഡ് സ്ക്വയർ പ്ലസ് 2z പ്ലസ് 1 എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? ഇസെഡ് സ്ക്വയർ പ്ലസ് 2z പ്ലസ് 5 നമുക്ക് എങ്ങനെ കിട്ടിയത്? ഇസെഡ് -1 പ്ലസ് 2iയും -1 മൈനസ് 2i ആണ് ഫാക്ടേഴ്സ്. അപ്പൊ എങ്ങനെ എഴുതാം? -1 പ്ലസ് 2iയും -1 മൈനസ് 2i ആണ് ഫാക്ടേഴ്സ്. അപ്പൊ എങ്ങനെ എഴുതാം? ഇസെഡ് -1 പ്ലസ് 2i ഇൻറ്റു ഇസെഡ് -1 മൈനസ് 2i ഫാക്ടറൈസ് ചെയ്ത് എഴുതാമല്ലോ. അപ്പൊ ഇതെന്ത് കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു z plus 1 minus I. Okay. Limit z tends to -1 plus 2i into z plus 1 minus 2i into z minus 3 the whole divided by ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? z plus 1 minus 2i into ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? z plus 1 plus 2i. ഓക്കെ, ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം? z minus 1 z plus 1 minus 2iയും z plus 1 minus 2iയും ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്തുണ്ട്? വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് z tends to -1 plus 2i into z minus 3 by z plus 1 plus 2i. ഓക്കെ, ഇസഡിന് വാല്യൂ എടുക്കാമല്ലോ. ഇസഡിന് എന്ത് വാല്യൂ എടുക്കാം? -1 plus 2i എന്ന് വാല്യൂ എടുക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു -1 plus 2i minus 3 the whole divided by ഇവിടെ എന്ത് വരും? -1 plus 2i plus 1 plus 2i പ്ലസ് ആണല്ലോ, പ്ലസ് 1 plus 2i വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? -4 plus 2i the whole divided by എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? -1ഉം +1ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? 4i വിച്ച് ഇസ് ഈക്വൽ ടു i കൊണ്ട് മുകളിലും താഴെ നമുക്ക് ഗുണിക്കാമല്ലോ. താഴെ ഡിനോമിനേറ്ററിൽ i എടുക്കല്ലേ, അപ്പോൾ i കൊണ്ട് നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? -4i plus 2i square the whole divided by 4i square which is equal to -4i minus 2i by i square value -1 ആണ് by 2i minus 2 -4i minus 2 by -4 i square value -1 which is equal to എന്ത് വരും? -4 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്തുണ്ട്? i plus 2/4. okay, that is equal to 1/2 plus i. അപ്പോൾ റെസിഡ്യൂ എന്ത് കിട്ടി? 1/2 plus i എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? ഇന്റഗ്രൽ ഓവർ c f of z dz എന്ന് പറയുന്നത് 2πi ഇൻറ്റു ഇവിടുത്തെ റെസിഡ്യൂ വാല്യൂ എന്താ? 1/2 plus i. ഓപ്പൺ ചെയ്യാമല്ലോ. ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? ഇറ്റ് ഈസ് ഈക്വൽ ടു 2πi by 1/2. 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി πi plus 2πi square. πi plus 2πi square which is equal to πi minus 2πi. i square വാല്യൂ -1 ശരിയാണല്ലോ. അപ്പോൾ ഒരു പൈനെയും കോമൺ എടുത്താൽ i minus 2 അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈക്വൽ ടു π ഇൻറ്റു -2 പ്ലസ് i. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇന്റഗ്രൽ ഓഫ് c z -3 by z square plus 2z plus 5 dz on the circle mod z plus z plus 1 minus I equal to 2. Okay. First one 0, 0. Second one 1/2 plus I and residue. Value എന്തുവരും? pi into -2 plus I. Okay. ഇനി മൂന്നാമത്തെ സർക്കിൾ ഏതാണ്? z plus 1 plus I. മൂന്നാമത്തെ സർക്കിൾ മോഡ് z plus 1 plus I equal to 2. അപ്പോൾ ഇതിൻ്റെയും സെൻറ്ററും റേഡിയസും കണ്ടെത്തുക. റേഡിയസ് എന്താണ്? 2 ആണ്. സെൻറ്റർ എന്ത് വരും? മോഡ് x plus iy plus 1 plus I equal to 2. Okay. This is equal to mod x plus 1 plus iy plus I equal to 2. That is mod x plus 1 plus I into y plus 1 equal to 2. Okay. അതായത് ഇതെന്താണ്? സർക്കിൾ ഓഫ് സെൻറ്റർ എന്താണ്? -1 ആൻഡ് റേഡിയസ് 2. സർക്കിൾ ഓഫ് സെൻറ്റർ -1 ആൻഡ് റേഡിയസ് 2. അപ്പം -1 സെൻറ്ററും റേഡിയസ് 2ഉമായിട്ടുള്ള സർക്കിളാണിത്. അപ്പോൾ ഇതെങ്ങനെ വരും? -0 1 2
3, 4, -1, -2, -3, -4, 1, 2, 3, -1, -2, -3, -4. ഓക്കെ, സെൻറ്റർ എവിടെയാണ്? -1, -1. അപ്പോൾ ഇവിടെയാണ് സെൻറ്റർ വരുന്നത്. -1, -1 സെൻറ്റർ വരും. റേഡിയസ് എത്രയാണ്? 2 ആണ്. അപ്പോൾ റേഡിയസ് 2 എവിടെ വരെയൊക്കെ നോക്കാം. 2 ഇങ്ങോട്ട് പോയാൽ ഇവിടെ വന്നാൽ ഈ ഭാഗത്ത്, ഇങ്ങോട്ട് പോയാൽ ഇവിടെ, ദെൻ 0 to ഇവിടെ. അപ്പം ഇതിനെ കണക്ട് ചെയ്യുന്ന സർക്കിളാണ് നമ്മൾ ഈ പറയുന്ന എന്ത്? മോഡ് Z+1 + I = 2 എന്ന് പറയുന്ന സർക്കിൾ. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ റെസിഡ്യൂസ് എവിടേക്കാന്ന് നോക്കാം. നമ്മുടെ റെസിഡ്യൂസ് എവിടെയായിരുന്നു? -1 + 2iയും -1 - 2iയും ആണ്. -1 + 2iയും -1 - 2iയും ആണ്. -1 + 2i എവിടെ കിടക്കുന്നത്? ഇവിടെയാണ്. -1 - 2iയോ? ഇവിടെ. അപ്പം ഏത് പോളാണ് സർക്കിളിനകത്തുള്ളത്? -1 - 2i എന്ന് പറയുന്ന പോളാണ് ഈ സർക്കിളിൻ്റെ ഉള്ളിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ക്ലിയർലി Z = -1 - 2i lies inside the circle. സർക്കിളിനുള്ളിൽ ഉള്ളത് ഏതാണ്? -1 - 2i ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രൽ ഓവർ C f of z dz എന്ന് പറയുന്നത് എന്താണ്? = 2πi into റെസിഡ്യൂ ഓഫ് f at z = -1 - 2i. z = -1 - 2i എന്ന് പറയുന്നത് എന്താണ്? ഓർഡർ ഓഫ് 1 ആണ്. പോൾ ഓഫ് ഓർഡർ 1 ആണ്. അതായത് സിമ്പിൾ പോളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റെസിഡ്യൂ f at z = -1 - 2i is equal to limit, നേരത്തെ പറഞ്ഞത് ഇക്വേഷൻ തന്നെ, z tends to -1 - 2i into z -3 ആയിരുന്നു +3 ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. z -3. അപ്പോൾ z -1 - 2i into z -3 divided by z² plus 2z plus 5. Okay, which is equal to limit z tends to -1 - 2i into ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? z+1 + 2i into ഡിനോമിനേറ്ററിൽ z -3 by, ഇവിടെ ഫാക്ടറൈസ് ചെയ്യാമല്ലോ. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ z- നേരത്തെ പറഞ്ഞ പോലെ തന്നെ z -1 + 2iയും ഇൻറ്റു z -1 - 2iയും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? ഈ ടേമും ഇതകത്തേക്ക് പോകുമ്പോൾ ഇത് തന്നെയല്ലേ, ഈ ടേമും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുകൊണ്ട്? വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് z tends to -1 - 2i into z -3 by, ഓപ്പൺ ചെയ്യുമ്പോൾ z+1 - 2i. വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു -1 - 2i -3 the whole divided by -1 - 2i +1 - 2i. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം? വിച്ച് ഇസ് ഈക്വൽ ടു ഡിനോമിനേറ്ററിൽ എന്ത് ക്യാൻസൽ ആയി പോവും? -1ഉം +1ഉം ക്യാൻസൽ ആയി പോവും. ബാക്കി എന്തുകൊണ്ട്? ഈക്വൽ ടു -1 - 3 -4 -4 - 2i the whole divided by ഡിനോമിനേറ്റർ എന്ത് വരും? -4i. That is equal to -4 - 2i the whole divided by -4i. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്റർ i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. കാരണം എന്താ? ഡിനോമിനേറ്ററിൽ i ടേം കിടക്കും. അപ്പോൾ ഇതെന്ത് വരും? -4i - 2i² the whole divided by -4i², which is equal to -4i - 2i². i² വാല്യൂ -1 ആണ്, ഓൾറെഡി -1, അപ്പോൾ +2 the whole divided by -4 i² വാല്യൂ -1, അപ്പോൾ എന്ത് വരും? 4. That is equal to -i plus 2/4. That is equal to 1/2 minus i. ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റെസിഡ്യൂ എന്ന് പറയുന്നത് എന്ത് കിട്ടി? റെസിഡ്യൂ എന്ന് പറയുന്നത് 1/2 മൈനസ് i എന്ന് കിട്ടി. അപ്പോൾ ഇന്റഗ്രൽ ഓവർ C f of z dz എന്ന് പറയുന്നത് 2πi into 1/2 മൈനസ് i. ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു 1/2 πi into 2πi into 1/2, 2 into ക്യാൻസൽ ആവും, ബാക്കി πi മൈനസ് 2πi യുടെ സ്ക്വയർ.
എന്തിനെ കോമൺ എടുക്കാം? ഇറ്റ് ഇസ് ഈക്വൽ ടു പൈ ഐ പ്ലസ് 2π. ഓക്കെ, എന്തിനെ കോമൺ എടുക്കാം? പൈനെ കോമൺ എടുക്കുമ്പോൾ ബാക്കി എന്ത് വരും? 2 + i. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താ ആൻസർ? റെസിഡ്യൂ എന്ന് പറയുന്നത് പൈ × 2 + i. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഓരോരുത്തരുടെയും പോൾസ് കണ്ടുപിടിച്ചു. പോൾസിനകത്ത് ഏതൊക്കെയാണ് തന്നിരിക്കുന്ന സർക്കിളിനുള്ളിൽ വരുന്നതെന്ന് നോക്കുന്നു, അവിടുത്തെ റെസിഡ്യൂ കണ്ടുപിടിക്കുന്നു. സർക്കിളിനുള്ളിൽ ഒരു പോയിന്റ്സും വരുന്നില്ലെങ്കിൽ കോഷീസ് തിയറം അനുസരിച്ച് 0, അല്ലെങ്കിൽ കോഷീസ് റെസിഡ്യൂ തിയറം അനുസരിച്ച് 2π × റെസിഡ്യൂ അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Evaluate integral over c sin pi z square plus cos pi z square by z minus 1 the whole square into z minus 2 dz where c is a circle mod z equal to 3. അതായത് ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ഇന്റഗ്രൽ ഓവർ സി സൈൻ പൈ z സ്ക്വയർ പ്ലസ് കോസ് പൈ z സ്ക്വയർ ബൈ z മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു z മൈനസ് 2 dz എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഇതിൻ്റെ പോൾസ് എവിടേക്കാണെന്ന് നോക്കുക. ഇതിൻ്റെ പോൾസ് ഡിനോമിനേറ്റർ 0 ഇക്വേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പോൾസ് എവിടേക്കാണ് വരുന്നത് നോക്കുക. ഓരോ പോളിൻ്റെയും ഓർഡറും കൂടെ ശ്രദ്ധിക്കണം. ഇവിടെ ഇക്വേഷൻ വരുമ്പോഴത്തേക്ക് ഓരോ പോളിൻ്റെയും ഓർഡറും കൂടെ ശ്രദ്ധിക്കുക. ആ പോളിന് ഏതൊക്കെ പോയിന്റ്സ് ആണ് മോഡ് z ഈക്വൽ ടു 3 എന്ന് പറയുന്ന സർക്കിളിന് ഉള്ളിൽ വരുന്നതെന്ന് നോക്കുക. അപ്പം ഒന്നും വരുന്നില്ലെങ്കിൽ ഇന്റഗ്രൽ വാല്യൂ കോഷീസ് തിയറം അനുസരിച്ച് 0 ആയിരിക്കും. അല്ല, വാല്യൂസ് ഉള്ളിൽ വരുന്നത് ഉണ്ടെങ്കിൽ കോഷീസ് റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യുക. അപ്പം വീണ്ടും ശ്രദ്ധിക്കുക, പോളിൻ്റെ ഓർഡർ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ചെയ്ത എല്ലാ പ്രോബ്ലംസിലും 3 പാർട്ടിലും എന്തായിരുന്നു? മോഡ് z ഈക്വൽ ടു അതിൻ്റെ ഇതെന്ന് പറയുന്നത് പോളിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1 ആയിരുന്നു, സിമ്പിൾ പോൾ ആയിരുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ പോളിൻ്റെ ഓർഡർ 2 വരുന്ന കേസുമുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ ചെയ്യുക. നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.